ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങളിൽ ദജ്ജാലിന്റെ അന്ത്യത്തിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും ഭീകരമായ ഒന്നാണ് യജൂജ് മഅജൂജിന്റെ പുറപ്പാട്. ഈസാ നബിയും വിശ്വാസികളും ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് ഒരു വൻ സൈന്യം ഇരച്ചു കയറുന്നത്. ഇവർ മനുഷ്യരാണോ അതോ മറ്റെന്തെങ്കിലും ജീവികളാണോ? ഇതിന്റെ ഉത്തരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുൽഖർനൈൻ രാജാവ് പണിത ഒരു മതിലിനു പിന്നിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം ഭരിച്ചിരുന്ന നീതിമാനായ ഒരു രാജാവായിരുന്നു ദുൽഖർനൈൻ. അദ്ദേഹം കിഴക്കും പടിഞ്ഞാറും യാത്ര ചെയ്ത് അള്ളാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം തന്റെ യാത്രക്കിടയിൽ 2 വലിയ പർവ്വത നിരകൾക്കിടയിലുള്ള ഒരു താഴ്വരയിൽ എത്തിച്ചേർന്നു. അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾക്ക് മറ്റുള്ളവരുമായി സംസാരിക്കാൻ പോലും പ്രയാസമായിരുന്നു. എന്നാൽ ദുൽഖർനൈൻ രാജാവിന്റെ കരുത്തും നീതിയും കണ്ടറിഞ്ഞ അവർ അദ്ദേഹത്തിന് മുന്നിൽ ഒരു സങ്കടം ബോധിപ്പിച്ചു. "ഓ ദുൽഖർനൈൻ, ഈ മലകൾക്കപ്പുറത്ത് നിന്ന് യജൂജ് മഅജൂജ് എന്ന വിഭാഗം വന്ന് ഞങ്ങളെ നിരന്തരം ആക്രമിക്കുന്നു. അവർ ഭൂമിയിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ അവർക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു മതിൽ പണിയാമോ? അതിനായി ഞങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലം നൽകാം." എന്നാൽ നീതിമാനായ ദുൽഖർനൈൻ രാജാവ് പ്രതിഫലം വാങ്ങാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, "എന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയിട്ടുള്ള സൗകര്യങ്ങളാണ് നിങ്ങൾ നൽകുന്നതിനേക്കാൾ ഉത്തമം. അതുകൊണ്ട് എനിക്ക് പകരമായി വേണ്ടത് നിങ്ങളുടെ ശാരീരികമായ അധ്വാനമാണ്. അത് നൽകിയാൽ ഞാൻ നിങ്ങൾക്കും അവർക്കുമിടയിൽ ഒരു മതിൽ നിർമ്മിച്ചു തരാം." സാധാരണ മതിലുകൾ പോലെയല്ല അദ്ദേഹം അത് പണിതത്. ഇതൊരു അത്ഭുതകരമായ നിർമ്മാണമായിരുന്നു. ആദ്യം 2 കൂറ്റൻ മലകൾക്കിടയിലുള്ള വിടവ് നികത്താൻ അദ്ദേഹം ഇരുമ്പ് കട്ടകൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഇരുമ്പ് കട്ടകൾ മലകളുടെ ഉയരത്തിന് തുല്യമാകുന്നതുവരെ അടുക്കി വെച്ചു. ശേഷം വലിയ തീ കൂട്ടി ആ ഇരുമ്പ് കട്ടകൾ ചുവന്നു തുടുക്കുന്നത് വരെ കാത്തു. ഇരുമ്പ് ഉരുകാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് ഉരുക്കിയ ചെമ്പൊഴിച്ചു. ഇരുമ്പും ചെമ്പും ചേർന്ന ആ മതിൽ അതീവ ശക്തവും മിനുസമുള്ളതുമായി മാറി. യജൂജ് മഅജൂജ് ആ മിനുസമുള്ള മതിൽ വലിഞ്ഞു കയറാനോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ കാഠിന്യം കാരണം അത് തുറക്കാനോ സാധിക്കാത്ത വിധം അത് അജയ്യമായി തീർന്നു. മതിൽ പണി തീർന്നപ്പോൾ ആ രാജാവ് അഹങ്കരിച്ചില്ല. പകരം അദ്ദേഹം ലോകത്തോട് ഇങ്ങനെ പറഞ്ഞു, "ഇത് എന്റെ രക്ഷിതാവിന്റെ കാരുണ്യമാണ്. എന്നാൽ എന്റെ രക്ഷിതാവിന്റെ ലോകാവസാനം വന്നാൽ അവൻ ഇതിനെ തകർത്ത് തരിപ്പണമാക്കും. എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനം സത്യമാണ്. ഈ മതിൽ ഇന്നും എവിടെയോ നിലനിൽക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും യജൂജ് മഅജൂജ് ഈ മതിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം മതിൽ തുളയാൻ അടുക്കുമ്പോൾ അവർ പറയും, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. എന്നാൽ പിറ്റേന്ന് അവർ വരുമ്പോൾ അള്ളാഹു ആ മതിലിനെ പഴയതിനേക്കാൾ ശക്തമായി കൂട്ടിയിണക്കിയിട്ടുണ്ടാകും. ഇങ്ങനെ യുഗങ്ങളായി തുടരുന്നു. എന്നാണോ അവർ ഇൻഷാ അല്ലാ നാളെ നമുക്കിത് പൂർത്തിയാക്കാം എന്ന് പറയുന്നത്, അന്ന് ആ മതിൽ തകരുകയും അവർ ഭൂമിയിലേക്ക് കുതിച്ചെത്തുകയും ചെയ്യും. നമ്മുടെ എല്ലാം സങ്കല്പങ്ങളിലുള്ളതുപോലെ ഭീകരജീവികളെ പോലെയല്ല യജൂജ് മഅജൂജ്. അവർ ആദം നബിയുടെ പരമ്പരയിൽപ്പെട്ട മനുഷ്യർ തന്നെയാണ്. എന്നാൽ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രത്യേകതകൾ അവർക്കുണ്ട്. പരന്ന മുഖവും വിസ്താരമുള്ള നെറ്റിയുമാണ് അവർക്കുള്ളത്. അത് കാണാൻ ഒരു തുകൽ പരിച പോലെ ഇരിക്കും. അവരുടെ കണ്ണുകൾ വളരെ ചെറുതാണ്. അവരുടെ മുടിക്ക് ഒരു തരം ചുവപ്പ് കലർന്ന നിറമായിരിക്കും. ചില വിവരണങ്ങളിൽ മുടി ചുരുണ്ടിരിക്കുമെന്നും പറയുന്നു. അതിശക്തമായ ശരീരപ്രകൃതിയാണ് അവർക്കുള്ളത്. ഒരു ഹദീസിൽ പറയുന്നത്, ലോകത്തുള്ള മനുഷ്യർ 1% യജൂജ് മഅജൂജ് 99% ഉണ്ടാകുമെന്നാണ്. അതായത് ഒരു സാധാരണ മനുഷ്യനെതിരെ ആയിരക്കണക്കിന് യജൂജ് മഅജൂജുകൾ ഉണ്ടാകും. അങ്ങേയറ്റം അക്രമാസക്തരായ ഒരു വിഭാഗമാണിവർ. ഇവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ കാഴ്ചയെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഓരോ കുന്നുകളിലും നിന്നും അവർ കുതിച്ചു വരുന്നു എന്നാണ്. അവർ കടന്നു പോകുന്ന വഴിയിലെ സകല പച്ചപ്പും അവർ തിന്നു തീർക്കും. ഒരു വലിയ തടാകത്തിലെ വെള്ളം മുഴുവൻ ഇവർ കുടിച്ചു തീർക്കും. ആ സൈന്യത്തിന്റെ മുൻപിലുള്ളവർ വെള്ളം കുടിച്ചു തീരുമ്പോൾ ഏറ്റവും പിന്നിൽ വരുന്നവർ പറയും,
ഒരിക്കൽ ഇവിടെ വെള്ളമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മനുഷ്യരെ മാത്രമല്ല, ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും അവർ ഉപദ്രവിക്കും. അള്ളാഹു ഈസാ നബിയോട് പറയും, എന്റെ ചില അടിമകൾ പുറത്തു വന്നിട്ടുണ്ട്, അവരെ നേരിടാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നീ വിശ്വാസികളെയും കൂട്ടി തൂർ പർവ്വതത്തിലേക്ക് മാറുക. അതായത് ലോകത്തെ ഏറ്റവും വലിയ സൈന്യങ്ങൾക്കോ ആയുധങ്ങൾക്കോ യജൂജ് മഅജൂജിനെ തടയാൻ കഴിയില്ല എന്നർത്ഥം. അവർ പോകുന്ന വഴിയിലുള്ള സകല മനുഷ്യരെയും അവർ വകവരുത്തും. നഗരങ്ങളും കൃഷിയിടങ്ങളും അവർ നശിപ്പിക്കും. ഭൂമിയിൽ തങ്ങളെ എതിർക്കാൻ ആരുമില്ലെന്ന് അവർ അഹങ്കാരം കൊണ്ട് മതിമറക്കും. പർവ്വതങ്ങളിൽ ഒളിച്ചിരിക്കുന്ന വിശ്വാസികൾ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. ഭൂമിയിലെ മനുഷ്യരെയെല്ലാം കൊന്നൊടുക്കി എന്ന് വിശ്വസിക്കുന്ന അവർ പറയും, ഭൂമിയിലുള്ളവരെയെല്ലാം നമ്മൾ തീർത്തു, ഇനി നമുക്ക് ആകാശത്തുള്ളവരെ നേരിടാം. അവർ തങ്ങളുടെ അമ്പുകൾ ആകാശത്തേക്ക് തൊടുത്തുവിടും. മനുഷ്യരെ പരീക്ഷിക്കാനായി അള്ളാഹു ആ അമ്പുകളിൽ രക്തം പുരട്ടി തിരികെ ഭൂമിയിലേക്ക് വീഴ്ത്തും. അമ്പിലെ രക്തം കണ്ട് തങ്ങൾ ആകാശത്തുള്ളവരെയും വധിച്ചു എന്ന് അവർ അഹങ്കാരത്തോടെ വിളിച്ചു പറയും. ഈ സമയത്ത് ഈസാ നബിയും കൂടെയുള്ള സത്യവിശ്വാസികളും തൂർ പർവ്വതത്തിൽ വളയപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണവും വെള്ളവുമില്ലാതെ അവർ വലിയ പട്ടിണിയിലാകും. പുറത്തിറങ്ങിയാൽ യജൂജ് മഅജൂജ് വധിക്കുമെന്ന അവസ്ഥ. ഒടുവിൽ സഹിക്കെട്ട് ഈസാ നബിയും വിശ്വാസികളും കണ്ണീരോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആ മഹാവിപത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ അവർ അള്ളാഹുവിനോട് യാചിക്കും. കോടിക്കണക്കിന് വരുന്ന ആ മഹാസൈന്യത്തെ നശിപ്പിക്കാൻ അള്ളാഹു ഒരു വലിയ യുദ്ധമോ പ്രകൃതിക്ഷോഭമോ അല്ല അയക്കുന്നത്. പകരം അവരുടെ പിരടിയിൽ നഖഫി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ പുഴുവിനെ അള്ളാഹു പടർത്തും. ഈ പുഴുക്കൾ അവരുടെ കഴുത്തിൽ ബാധിക്കുകയും ഒരൊറ്റ രാത്രി കൊണ്ട് ആ കോടിക്കണക്കിന് മനുഷ്യർ ഒരേ സമയം ചത്തു വീഴുകയും ചെയ്യും. പിറ്റേന്ന് നോക്കുമ്പോൾ ലോകം മുഴുവൻ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. യജൂജ് മഅജൂജിന്റെ ബഹളങ്ങൾ അടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ ഈസാ നബി ഒരാളെ അയക്കും. അയാൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരൊറ്റയാൾ പോലും അവശേഷിക്കാതെ ആ വൻ സൈന്യം നശിച്ചു കിടക്കുന്നതാണ്. ഈ വാർത്തയറിഞ്ഞ് ഈസാ നബിയും വിശ്വാസികളും പർവ്വതത്തിൽ നിന്ന് താഴേക്കിറങ്ങും. എന്നാൽ മൃതദേഹങ്ങൾ കാരണം ഭൂമിയിൽ ഒരടി സ്ഥലം പോലും ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അവ ചീഞ്ഞഴുകി വല്ലാത്ത ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. വീണ്ടും ഈസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ അള്ളാഹു ഒട്ടകത്തിന്റെ കഴുത്തിന് സമാനമായ വലിപ്പമുള്ള പ്രത്യേക തരം പക്ഷികളെ അയക്കും. ആ പക്ഷികൾ വന്ന് മൃതദേഹങ്ങൾ കൊത്തിയെടുത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കും. അതിനുശേഷം അള്ളാഹു ശക്തമായ ഒരു മഴ പെയ്യിക്കും. ആ മഴയിൽ ഭൂമി ഒരു കണ്ണാടി പോലെ വൃത്തിയാക്കപ്പെടും. ഇതിനുശേഷം ഭൂമിയിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഒരു മാതള നാരങ്ങ കഴിച്ചാൽ ഒരു സംഘം ആളുകൾക്ക് വയറു നിറയുമെന്നും അതിൻ്റെ തൊലിക്ക് താഴെ ഒരു കൂട്ടം ആളുകൾക്ക് തണൽ കൊള്ളാൻ കഴിയുമെന്നും ഹദീസുകളിൽ കാണാം. സിംഹവും പശുവും ഒന്നിച്ചു മേയുന്ന, കുട്ടികൾ പാമ്പുകളെ വെച്ച് കളിക്കുന്ന അത്രയും സമാധാനപരമായ ഒരു കാലഘട്ടം ഈസാ നബിയുടെ നേതൃത്വത്തിൽ ഭൂമിയിലുണ്ടാകും. ഈ അത്ഭുതകരമായ അന്ത്യത്തോടെ യജൂജ് മഅജൂജിന്റെ അധ്യായം അവസാനിക്കുന്നു. എന്നാൽ ഇത് ലോകാവസാനത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ്. യജൂജ് മഅജൂജിന്റെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈന്യങ്ങൾക്കോ ആധുനിക ആയുധങ്ങൾക്കോ തകർക്കാൻ കഴിയാത്ത ഒരു മഹാശക്തിയെ അള്ളാഹു നശിപ്പിച്ചത് തികച്ചും നിസ്സാരമായ ഒരു പുഴുവിലൂടെയാണ്. മനുഷ്യൻ എത്ര തന്നെ അഹങ്കരിച്ചാലും താൻ എല്ലാം കീഴടക്കി എന്ന് വിശ്വസിച്ചാലും പടച്ചവന്റെ ഒരു ചെറിയ കൽപ്പനയ്ക്ക് മുന്നിൽ അവൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യജൂജ് മഅജൂജിന്റെ അന്ത്യത്തിനു ശേഷം ലോകാവസാനത്തിന്റെ മറ്റൊരു പ്രധാന അടയാളമായ ദാബത്തുൽ അർള് എന്ന അത്ഭുത ജീവിയുടെ വരവിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആ വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.